ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 6 സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ നമ്മുടെ മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത തെലുങ്ക് സിനിമയായിരുന്നു. ഒരു ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു. ഗുണ്ടൂർക്കാരൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പ്രതീക്ഷ വിജയം ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 9 റിലീസ് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റിലീസ് ചെയ്യുന്ന സമയത്ത് തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് തമിഴിൽ നിന്ന് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ മൂവിയായിരുന്നു അയലാൻഡ് എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ശിവകാർത്തികേയൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സൺനെക്സ്റ്റ് ആണ്. സൺനെക്സ്റ്റിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 9 റിലീസ് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തമിഴിലും തെലുങ്കിലും ആയിട്ടായിരിക്കും, ഈ 2 ഭാഷയിലായിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ആര്യ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ 3ാമത്തെ സീസണിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സുസ്മിത സെൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഡ്രാമ സീരീസ് ആയിരുന്നു ഈ ഒരു സീരീസ് ഞാൻ കണ്ടതാണ്. ഈ ഒരു സീരീസിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ റിലീസ് എന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 9 ഡിസ്നി+ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു സീരീസ് ഞാൻ കണ്ടതാണ്. ഇതിൻ്റെ മുമ്പത്തെ സീരീസിൻ്റെ സീസണുകളൊക്കെ കണ്ടതാണ്, എപ്പിസോഡുകളൊക്കെ കണ്ടതാണ്. ഒരു അടിപൊളി സീരീസാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് ആര്യ എന്ന് പറഞ്ഞ ഈ സീരീസ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. സൈന്താവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വെങ്കടേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമയും ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഫെബ്രുവരി മാസം 2 വരും എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സർപ്രൈസ് റിലീസ് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഫെബ്രുവരി മാസം 2 വരും എന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു കോമഡി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് ഫെബ്രുവരി മാസം 2 റിലീസ് ചെയ്യുന്നതാണ്. മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ 2024 മലയാളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ, 2024 ആദ്യത്തെ മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്ററായ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ OTT റിലീസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആമസോൺ പ്രൈമിൽ ഫെബ്രുവരി മാസം 9 അതായത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ഫെബ്രുവരി മാസം 15 റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർപ്രൈസ് റിലീസ് ആയിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു ആക്ഷൻ മൂവിയാണ്. ജേസൺ സ്റ്റാഥം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ദ ബീ കീപ്പർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇന്ന് ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചതുരംഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1.5 മണിക്കൂറുള്ള സിനിമയാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങൾ വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക, നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.